ആരാ അത്? അകത്തേക്ക് വരൂ. രവിയുടെ വീട് ഇതല്ലേ? അതെ, അവൻ പുറത്തു പോയിരിക്കുക. ഞാൻ പിന്നെ വരാം. അവൻ ഉടനെ വരും. ഇരിക്കൂ. പ്രത്യേകിച്ചെന്തെങ്കിലും? രവി എന്റെ അങ്കിളിന്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് മാപ്പ് ചോദിക്കാൻ വന്ന. മാപ്പോ? അവനൊരു മുൻകോപിയാ. അവൻ പറയുന്ന ഒന്നും കാര്യാക്കരുത്. തെറ്റെന്റേതാണ്. തലമറന്ന് എണ്ണ തേക്കരുന്ന് ഒരു പഴമൊഴിയുണ്ട്. ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഞാൻ രവിയുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു. ഒരു തെരുവുതന്റെ വളരേണ്ട എന്നെ എടുത്തു വളർത്തിയവരുടെ പ്രതാപത്തിൽ ഞാൻ സ്വയം മറന്നു. സ്വന്തം സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എന്റെ അനിയത്തിയെ ഞാൻ വേദനിപ്പിച്ചു. എന്റെ വളർത്തമ്മ ഞാൻ കാരണം ദുഃഖിക്കുന്നു. പെറ്റമ്മയെയും വളർത്തമ്മയെയും രണ്ടായി കാണരുത് മോനെ. രണ്ടു മക്കൾ നഷ്ടപ്പെട്ട് നിർഭാഗ്യവതിയായ ഒരു അമ്മയാണ് ഞാൻ. അന്ന് തീവണ്ടി യാത്രക്കിടയിൽ കുഞ്ഞുമോന് പാല് വാങ്ങി മടങ്ങി വരുമ്പോഴേക്കും വണ്ടി പോയി കഴിഞ്ഞിരുന്നു. എന്റെ ബാബുമോനെയും പപ്പുമോനെയും പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാബുവേട്ടൻ അമ്മയെ തേടി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അമ്മയെ അന്വേഷിച്ചു പോയ ബാബുവേട്ടൻ മടങ്ങി വന്നില്ല. രാധയുടെ അച്ഛനും അമ്മയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാനാണ് അമ്മേ. അപ്പു. അപ്പോ അമ്മേ. അപ്പോ അമ്മേ. ഒരു വിധത്തില് ഞാൻ ഭാഗ്യവതിയാണ് മോനെ. മരിക്കുന്നതിന് മുമ്പ് മോനെങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അമ്മേ, എന്നെ ഈ നിലയിൽ എത്തിച്ചവരെ അമ്മയ്ക്ക് കാണണ്ടേ? ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം. കുമാർ. രാജനോ? ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുമാറിന് വിരോധമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരണം. എന്ത് അത്യാവശ്യ കാര്യമായാലും ഇന്ന് വരാൻ പറ്റില്ല. എന്താണെന്നായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മയെ ഞാൻ ഇന്ന് കണ്ടു. ഇതാണ് എന്റെ വീട്. ഇരിക്കൂ സാർ. ഞാൻ ഇരുന്നോളാം. ഞാൻ അമ്മയെ വിളിക്കട്ടെ? അമ്മേ. അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി. ഇവിടെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി. ഞാൻ ആശുപത്രിയിൽ ചെല്ലട്ടെ? ചായ. ഈ ഫോട്ടോ? ഇത് രവിയുടെ അച്ഛനും അമ്മയാ. നിങ്ങൾ ആരാണ്? എന്റെ ഭാര്യയെ കാണാനില്ല. അവൾക്ക് സുഖമില്ലായിരുന്നു. നാട്ടുകാരൊക്കെ കൂടി അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ടൗണിലുള്ള എല്ലാ ആശുപത്രിയും ഞാൻ കയറി ഇറങ്ങി, കണ്ടില്ല. അവളെ അന്വേഷിച്ചു പോയി എന്റെ മകനെ കാണാനില്ല. അവരെ കണ്ടുപിടിക്കാൻ സാറിനെ സഹായിക്കുന്നു. പക്ഷേ അവരെ ഞങ്ങളെങ്ങനെ തിരിച്ചറിയും? ഞാൻ അവളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോട്ടോയിലുള്ളത് എന്റെ ഭാര്യ ലക്ഷ്മി. അപ്പൊ രവി
എന്റെ മോൻ. രാജനോ? ഞാൻ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എന്നെ കൈവിലങ്ങോട് കാണാത്തതിൽ നിരാശയുണ്ടായിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? ഒന്നും അറിയില്ല. പീറ്ററെ കൊന്നതാരാണ്? അവന്റെ ജഡം എന്റെ അലമാരയിൽ കൊണ്ടുവച്ചതാരാണ്? ഇത്രയുള്ള കാര്യം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പീറ്ററുടെ യഥാർത്ഥ കൊലയാളി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഓഹോ, നിങ്ങൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണല്ലേ? നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല? മദ്യപിച്ച് ലക്കില്ലാതെ വന്ന പീറ്ററുമായി രവി ഏറ്റുമുട്ടി. പീറ്റർ കൊല്ലപ്പെട്ടു. ഞാൻ നിന്നെ കാണാനായി വീട്ടിൽ വന്നപ്പോ ഇവൻ ആ മൃതദേഹവുമായി നിന്റെ വീട്ടിലേക്ക് കയറുന്നു കണ്ടു. ഞാൻ അവനെ പിന്തുടർന്നു. ഇവൻ മുകളിൽ ചെന്ന് ആ ശവം നിന്റെ അലമാരയിൽ വെച്ചു. കള്ളം, പച്ചക്കള്ളം. ഇയാൾ പറയുന്ന എല്ലാം നുണയാണ്. നീ ഇനിയും കുറ്റം സമ്മതിക്കില്ല അല്ലേ? എന്നെ കൊലക്കയറിലേറ്റാൻ ശ്രമിച്ചവനെ എനിക്ക് തന്നെ വിട്ടുതരൂ. വെരി ഗുഡ്. കഴിഞ്ഞ രാത്രി നീ എന്റെ വീട്ടിൽ വന്നിരുന്നു. വന്നിരുന്നു. എന്തിന്? എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കുറച്ച് പണം കടം ചോദിക്കും. സത്യം പറ, പീറ്ററെ കൊന്നത് നീയല്ലേ? അല്ല രാജൻ, ഇവനാണ് പീറ്ററെ കൊന്ന് ശവം നിങ്ങളുടെ വീട്ടിൽ വെച്ചത്. നിന്നെ കൊണ്ട് സത്യം പറയിക്കാനുള്ള വഴി എനിക്കറിയാം. ഇവന്റെ അമ്മയുടെ ജീവനോർത്തെങ്കിലും ഇവൻ സത്യം പറയാതിരിക്കില്ല. കേഴൻ രാജൻ, രാജൻ, എന്റെ അമ്മയെ കൊണ്ടുപോകരുത്. അമ്മേ, 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 ഞാൻ ബാബുവാണമ്മേ. ഞാൻ അപ്പുവിനെ കണ്ടു. അവൻ എല്ലാ വിവരവും എന്നോട് പറഞ്ഞു. ആ മോനെ, മോനെ, കുമാർ. അതെ, ഞാൻ തന്നെ. നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഈ സ്ത്രീ എന്റെ അമ്മയാണ്. പീറ്ററുടെ കൊലപാതകത്തിന് നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത് എന്റെ ബാബുവേട്ടനെയാണ്. നിങ്ങൾ മർദ്ദിച്ചവശനാക്കി ഈ ചെറുപ്പക്കാരൻ എന്റെ അനുജനാണ്. ഓഹോ, അപ്പോ നിങ്ങളൊക്കെ അമ്മയും സഹോദരങ്ങളുമാണ്. എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പറയാൻ ഒട്ടും വൈകിട്ടില്ല മിസ്റ്റർ പണിക്കർ. നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. നിങ്ങൾ ആരെയും ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എല്ലാവരെയും വിട്ടയക്കാം. രാജൻ, എന്റെ എല്ലാ സ്വത്തുക്കളുടെ രേഖകളും നിന്റെ കയ്യിലാണ്. അത് നാളെ നമ്മുടെ ഹെലിപ്പാഡിൽ എത്തിച്ചു തന്നാൽ നിന്റെ അമ്മയെയും സഹോദരങ്ങളെയും നിനക്ക് തിരിച്ചു കിട്ടും.
എന്ത് പറയുന്നു? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഗുഡ്. നിനക്കിപ്പോൾ പോകാം. നിൽക്കൂ. പോലീസിൽ ബന്ധപ്പെടാതിരിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലത്. രാജൻ വരാമെന്ന് ഏറ്റിരുന്ന സമയം കഴിയാറായി. അമ്മേ, ലക്ഷ്മി, 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 നിനക്കിനി മനസ്സിലായി? ലക്ഷ്മി, ഇത് നമ്മുടെ അപ്പമോനാണ്. ഇത് നമ്മുടെ കുഞ്ഞുമോൻ. ബാബുവിനോട് ലക്ഷ്മി. ബാബുമോനെ ഞാൻ കാണിച്ചു തരാം. അച്ഛനും അമ്മയും മക്കളും കണ്ടുമുട്ടാൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. തമ്പി സാർ എത്തിയോ? നിങ്ങളോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ വിരോധം? പക്ഷെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ഒരു സുഹൃത്തെന്ന നിലയ്ക്കാണോ അതോ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്കാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സുഹൃത്തെന്ന നിലയിൽ നിങ്ങൾ എനിക്ക് കീഴടങ്ങിയാൽ എന്നിലെ സുഹൃത്തായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. ഒരു കുറ്റവാളിയെ പോലെ ഇവിടെ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ പോലീസ് ഓഫീസറായ തമ്പിയായിരിക്കും നിങ്ങളെ നേരിടുക. സോറി മിസ്റ്റർ പണിക്കർ, നിങ്ങളിപ്പോൾ എന്റെ കൂടെ വരണം. മിസ്റ്റർ തമ്പി, പോലീസ് ഇവിടെ മുഴുവൻ വളഞ്ഞു കഴിഞ്ഞു. നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തും.